അമേരിക്കയെ അനുസരിക്കുകയോ അവരുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയോ ചെയ്യില്ലെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി രാജ്യത്തോട് സംബോധനം ചെയ്യുന്നതിനിടെ ഇറാന്റെ നിലപാട് പ്രസ്താവിച്ചു. അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതാണ്. അദ്ദേഹം അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ രാജ്യത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതോടനുബന്ധിച്ച് തന്നെ പറയുകയാണ്. അമേരിക്ക മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും കീഴ്പ്പെടുത്തുകയും അവർക്ക് വിധേയമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ഇറാനെ അതിന് കിട്ടില്ല. ഇറാന് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളുമുണ്ട്. അത് അമേരിക്ക എന്നോ ഇസ്രായേൽ എന്നോ കരുതി അവർക്ക് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യങ്ങളും നിലപാടുകളും ഒരു കാലത്തും ഇറാനിൽ ഉണ്ടായിട്ടില്ല. അത് ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. നിർദ്ദേശങ്ങളും പ്രതിസന്ധികളൊക്കെ ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു, നേരിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ അമേരിക്കയുടെ നയങ്ങൾ നിലപാട് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിലല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങളും കൂടി ഈ ചർച്ചയോടനുബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ സാധാരണ രീതിയാണ്. നിർദ്ദേശങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത രീതിയിൽ അതിങ്ങനെ തള്ളിമറിച്ചു കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിൽ നിന്ന് അവരത് വ്യതിചലിക്കും. എന്നിട്ട് മറ്റു കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ എന്താണോ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട ഏതൊരു സാഹചര്യ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന് തങ്ങൾ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം. മധ്യസ്ഥരില്ലാതെ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാര്യം ഒരു പ്രാവശ്യം പറയുന്നതല്ല, തൊട്ടടുത്ത പ്രാവശ്യം പറയുന്നത് അവർ നയങ്ങളും നിലപാടുകളെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ രണ്ട് രാജ്യങ്ങൾ എന്ന ഒരു വിഷയം വരുന്ന സമയത്ത് മറ്റുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ടാണ് മധ്യസ്ഥർ വേണം എന്ന് ഇറാൻ എല്ലാ കാലത്തും പറയാറുള്ളത്. അമേരിക്ക ഇറാനിൽ ബോംബിട്ടതോടുകൂടി ആക്രമണം നടത്തിയതോടുകൂടിയാണ് അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായത്. കാര്യം എന്ന് പറയുന്നത് സമാധാനമായിരിക്കുന്ന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചകളാണ് നടന്നത്. 5 പ്രാവശ്യം ചർച്ച നടന്നു. 6ാം ചർച്ചയുടെ തീയതി തീരുമാനിച്ചതിന് 2 ദിവസം മുമ്പാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണത്തിന് പിന്തുണ അമേരിക്കയാണ്. പിന്നീട് ഒടുവിൽ ഇസ്രായേൽ തോൽക്കുമെന്നായ സമയത്ത് അമേരിക്ക തന്നെ രംഗത്തിറങ്ങിയിട്ട് ഇറാൻ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. എന്താണ് വിഷയം എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതായത് എന്തിനാണ് ആക്രമിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി ഇപ്പോഴും അമേരിക്ക തന്നിട്ടില്ല. ആണവായുധം ആക്രമിക്കാനാണെങ്കിൽ ആ പ്രവൃത്തി IAEA കൃത്യമായ രീതിയിൽ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയുടെ നേതൃത്വത്തിൽ അമേരിക്കൻ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് എന്തിന് ആക്രമണം നടത്തുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ആണവോർജം ഇറാൻ തന്നെ അവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: ആണവോർജമാണ് വികസിപ്പിക്കുന്നത്, അത് തങ്ങളുടെ അവകാശമാണ്, അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തങ്ങൾ ചെയ്യുന്നു. ആണവായുധം വികസിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല. അത് മുൻപ് ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്കത് സംശയമുണ്ടാവുന്നു എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മുൻപ് പല ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടന്ന സമയത്തും ആണവോർജമാണ് തങ്ങൾ വികസിപ്പിക്കുന്നത് എന്നും ആണവായുധമല്ല എന്നുള്ളതും വളരെ കൃത്യമായി പറഞ്ഞിട്ടും അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ്. മുമ്പ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അന്നത്തെ ടോണി ബ്ലെയർ ഈ കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാഖിന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, രാസായുധമുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. യുദ്ധമെല്ലാം അവസാനിച്ചു. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി ഭരണം അട്ടിമറിഞ്ഞു. പിന്നീട് ടോണി ബ്ലെയർ പേജ് മാറ്റിയിട്ട് അല്ലെങ്കിൽ മലക്കം പറഞ്ഞുകൊണ്ട് പറയുന്നു, സംഗതി ഞങ്ങൾക്ക് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, സോറി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇറാഖിലൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയാം. ആരോപിക്കുകയാണ്, ഇടപെടാൻ വേണ്ടിയിട്ട്, ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്നത്തെ മീഡിയകൾ ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ആയതിനാൽ തന്നെ ഈ സത്യമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് സംസാരിക്കുന്നത് കേൾക്കാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാൻ അമേരിക്കയെ അനുസരിക്കണം, അതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യം. ഞങ്ങളെ അനുസരിക്കണം. ഇത് തെറ്റായിരിക്കുന്ന അമേരിക്കയുടെ പ്രതീക്ഷയാണ്. അതൊരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതാണ് അതിൻ്റെ മറുപടി. മറ്റു ലോക രാജ്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രവൃത്തി കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ അത് നടക്കില്ല. തങ്ങൾ എല്ലാ കാലത്തും അമേരിക്കൻ വിരുദ്ധ ചേരിയിലും നയത്തിലും നിലപാടിലുമാണ്. അതിനിപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കീഴ്പ്പെടുത്തി വരിക്കുക എന്നുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ
വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിനൊരു യാഥാർത്ഥ്യത ഉണ്ടാവില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ ആണവോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ തുടർച്ച തന്നെയാണ് തങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച ചില ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും അമേരിക്കയിൽ ഇറാനെതിരെ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചന നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട IAEAക്ക് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർക്ക് അവസരം നൽകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ സഹകരിക്കുന്നില്ലെങ്കിൽ നിയമപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇറാന്റെ പ്രതിരോധ മന്ത്രി മറ്റൊരു വെടി പൊട്ടിച്ചു. അത് ഇതിനേക്കാൾ വലിയ രൂക്ഷമായിട്ട് ഇപ്പോൾ കൊണ്ടാടുകയാണ്, ഇപ്പോൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ്, അതിരുകൾക്കപ്പുറവും ഇറാന് ആയുധ കേന്ദ്രങ്ങളുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും ഇറാന്റെ ആയുധ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ ഈ വിവരം പുറത്തു വന്നതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ അമേരിക്കയുടെ മീഡിയകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യങ്ങളാണ്, അതെങ്ങനെയാണ് അതിൻ്റെ സ്ഥിതിയൊക്കെ. അമേരിക്ക അതിന് രഹസ്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയോ അല്ലെങ്കിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നു, ഇറാന്റെ പുറത്ത് ഇറാൻ്റേതായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഈ മേഖലകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് അറിയണം. കാര്യമോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ പ്രതിസന്ധിയിലാണെങ്കിൽ അവർക്ക് ആയുധത്തിൻ്റെ കുറവുകളൊന്നും ഉണ്ടാവില്ല എന്ന് ചുരുക്കം. റഷ്യയുടെ ആയുധ ഫാക്ടറി ഇറാനിലും ഇറാന്റെ ആയുധ ഫാക്ടറി റഷ്യയിലും ഉണ്ട് എന്ന് ഇതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. BBC ആണ് ആ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്നത്. അത് കണ്ടത് തന്നെ അത് രണ്ടു കൂട്ടരും അത് അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ സൗഹൃദ രാജ്യങ്ങളാണ്, അങ്ങോട്ട് കണ്ട് സഹകരിക്കുക എന്നുള്ള സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിന് മറുപടി പറഞ്ഞു. എന്നാൽ ഇവരിപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അതിരുകൾക്കപ്പുറം ഇറാൻ ആയുധ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലും ഇറാന്റെ ആയുധ ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇത് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും കാലത്ത് പ്രതിരോധവുമായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ മുറിപ്പാടുണ്ടാക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിനോടനുബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും പല തരത്തിൽ ആലോചിച്ചിട്ടും കിട്ടാത്ത ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എങ്ങനെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ രാജ്യം അടക്കിപ്പോൾ 1.25 കൊല്ലമായിട്ട് ഗസയുടെ പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ ഭരിക്കുകയാണ്. അവർ എല്ലാവിധ നൂതന സംവിധാന കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും പ്രത്യേകപരമായിരിക്കുന്ന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടും അന്വേഷിച്ചതിൽ പ്രധാനപ്പെട്ടത് ഹമാസിന്റെ കൈവശത്തിലേക്ക് എത്തുന്ന ആയുധങ്ങളും അതോടൊപ്പം തന്നെ ആയുധങ്ങളോട് സൂക്ഷിക്കുന്ന ഏരിയകളും കൂടെ ബന്ദികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖല ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോഴും അതിന് ഉത്തരമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയെ സംബന്ധിച്ചവർക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ട്. അതിരുകൾക്കപ്പുറത്ത് ഇറാന് തങ്ങൾക്ക് ആയുധ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അത് ഭാവിയിൽ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.